ഹലോ അല്ല ഒറ്റ മൈൻഡിൽ ഒരു പ്ലാനും ഇല്ലാണ്ട് വിട്ടൊരു ട്രിപ്പാട്ടോ. ഹൗവല് സുബൈക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ ഇസുവിന്റെ മുടിയൊക്കെ സെറ്റപ്പ് ആക്കി വെട്ടിച്ചിരിക്കണേ ഇതിന്റെ അടുത്ത് പോയിട്ട്. ഇന്നത്തെ പോക്ക് ഇച്ചിരി ലോങ് ആയതുകൊണ്ട് ഞാൻ കുഞ്ഞാളിനെയും പിന്നെ പെങ്ങളെ മോൻ ഷമ്മാസിനെയും കൂടെ കൂട്ടിക്കുന്നത്. രാവിലത്തെ ചായ കുടിയും പിന്നെ മാറ്റലും പൊതിഞ്ഞു കെട്ടി എടുക്കലൊക്കെ കഴിയുമ്പോൾ തന്നെ സമയം 9-9:30 ആയി പോയിരിക്കുന്നത്. ഓ പറഞ്ഞ ഇങ്ങ മനസ്സിലായില്ലേ, അങ്ങോട്ട് തന്നെ മൈസൂരിലേക്കാണ് ഞങ്ങൾ പോണത്. ഏതായാലും ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ ഓ നല്ല ഉറക്കം. കാറ് കയറുന്നതിനും ഓരോ ചായ കുടിച്ചിട്ട് കയറാൻ വെച്ചിട്ട് ഓനെ ഉറക്കത്തിനൊക്കെ വിളിച്ചണിപ്പിച്ച് ഞങ്ങൾ ഓരോ ചായ കുടിച്ച് മുക്കാലായപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഞങ്ങളിൽ ആരെയും ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ സിഗ്നലും ഇല്ല. നമ്മളിനി എന്ത് ചെയ്യുമല്ലയാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കടക്കാരൻ പറയുന്നത് വൈഫൈന്റെ ഇവിടെ അത് കണക്ട് ചെയ്ത് പൈസ തന്ന് വിട്ടോളി മക്കളെ. സാധാരണ ഈ വഴി പോകുമ്പോ ഒരു മാനെങ്കിലും കാണലുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഒന്നും കണ്ടില്ല കേട്ടോ. ഗുണ്ടിൽപേട്ട അങ്ങോട്ട് എത്തിയപ്പോഴാണ് സൂര്യകാന്തിയും ചോപ്പകാന്തി ഒക്കെ വിരിഞ്ഞ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇറങ്ങി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഉച്ചരങ്ങളാണ് കുത്തിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മുതലാക്കിക്കുക. കാരണം അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ 20 ഉറുപ്പികൾക്ക് കൊടുക്കണം ഒരാൾക്ക്. ഉച്ചച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഏതായാലും സ്ഥിരം ബസ്സേരൊക്കെ നിർത്തി കഴിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട് അവിടെ. തലശ്ശേരി സ്റ്റൈലിൽ നിന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഏതായാലും ഒരു നാടൻ ചോറ് നിന്നിട്ട് ഞങ്ങളൊക്കെ പോകുന്നു. ആക്കത്തിന് വന്നതും കൊണ്ട് ഞങ്ങൾ 3-3:30 മണിയായപ്പോഴാണ് മൈസൂർ അങ്ങാടിയിലെത്തി. അതിനോട് തന്നെ ഞങ്ങൾക്ക് എല്ലാത്തിലും ഒന്ന് കയറാനുള്ള സമയമല്ല. എന്നാലും ഞങ്ങൾ എന്താക്കി ഏടക്കാണ് നാളെ പോകേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടോ. എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടു നോക്കിയാൽ പോരെ, എവിടെയെങ്കിലും ഒന്ന് കയറണമെന്ന് വില ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാണ് സോസിറ്റി എന്നൊക്കെ പറയുന്ന ഒരു വാദ്യാർ ഒരു പാർക്ക് ഉണ്ട്. എന്തെന്നാന്നൊരു പിടുത്തമല്ലോ, പക്ഷെ കാണാൻ നല്ല ഗുമ്പുണ്ടായിട്ടോ. ഉള്ളിൽ അങ്ങോട്ട് കയറി വെക്കുമ്പോഴല്ല വിജൃംഭിച്ചൊരു പാർക്ക്. ഇതുപോലെ ഓടി കളിക്കാനും ചാടി കളിക്കാനൊക്കെ നല്ല വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പോരാത്തതിന് ക്യൂട്ട്നസ് ഭാരി വിതറി ഫോട്ടോസ് എടുക്കല്ലേ, അത് മസ്റ്റ് ആട്ടോ. ഇല്ലെങ്കിൽ അവിടുന്ന് സ്കൂട്ടായിട്ട് മൈസൂർ അങ്ങാടി കുറച്ച് നടന്നു കാണാൻ നടക്കണ്ടെന്നാ കുതിരപ്പുറത്ത് പോകാൻ വെച്ചിട്ട് അയാളോട് എവളവെന്ന് ചോദിച്ചപ്പോ അങ്ങനെ പറയാ ഒരാൾക്ക് 500 ഇപ്പൊ കുതിരമ പോകണ്ട, ഞങ്ങൾ നടന്നു തന്നെ പോയിക്കോളാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നടക്കലും വെള്ളം കുടിക്കലും പോരാത്തതിന് മലയാളികൾ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിനെ വളവെന്ന് ചോദിക്കും. പാലസിലേക്കും സൂലേക്കും ഒക്കെ നടന്നു പോകാൻ പാകത്തിനുള്ള റൂം തന്നെയാട്ടോ ഞങ്ങളെടുത്ത്. ഷട്ടർ കൂട്ടെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി കൊട്ടാരം കാണാൻ വേണ്ടി. ഒരു രക്ഷയില്ല കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾ നോക്കിയാ ഏതാ മൊഞ്ച ലൈറ്റ് ഇങ്ങോട്ട് കത്തിച്ചിട്ട് പോരാതെ നല്ല ആൾക്കാരും ഉണ്ടായിട്ട് അത് കാണാനൊക്കെ. രാത്രി ഒരു പരിധി വരെയാണ് പെർമിഷൻ ഉള്ളൂ കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് രാത്രി പെർമിഷൻ അല്ലേ. ഇനി ഇന്നേതായാലും ഒന്നും കാണാനില്ല. അതിനോട് ഞങ്ങൾ എന്താക്കി വേഗം ഭക്ഷണം കഴിച്ച് റൂമിൽ പോയി ഹയാത്താവാൻ വെച്ചാണ്. തലശ്ശേരി ബിരിയാണി എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. നമ്മള് നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ കണക്കിനല്ലേ. എരിഞ്ഞിട്ട് മുത്തുമോനൊക്കെ ആകെ പിടുത്തം വിട്ടു. ഞങ്ങൾ മതിയാക്കി ചാടുന്ന ഇറങ്ങിട്ടോ. പോകുന്ന വഴിക്ക് തന്നെ പാനിപ്പുരി കണ്ടപ്പോ ഞാൻ ചാടി കയറി വീണ്. അത് പിന്നെ രക്ഷയില്ലാത്ത ടേസ്റ്റും വൈബാണ്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നല്ലോണം അടുത്ത് നിന്ന് കിട്ടായി. അതും കഴിച്ച് ബാക്കിക്കാർക്കൊക്കെ ഇനിയിപ്പോ നാളെ പകലാക്കാൻ പറഞ്ഞിട്ട് ഞങ്ങള് റൂമിൽ അങ്ങ് പോയി. ഞമ്മക്ക് ഏതായാലും നാളെ കാണട്ടോ.